KSRTC ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആയി മണിക്കൂറുകളോളം വഴിയിൽ കിടന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിരം കാഴ്ച ഇനി പഴങ്കഥയാകും. വേഗത്തിൽ വന്ന തകരാറ് പരിഹരിക്കാൻ റാപ്പിഡ് റിപ്പയർ ടീമിനെ നിയോഗിക്കാൻ ഒരുങ്ങുകയാണ് KSRTC. 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന തരത്തിലാണ് റാപ്പിഡ് റിപ്പയർ ടീമുകളെ നിയോഗിക്കുക. ആനവണ്ടി പണിമുടക്കി വഴിയിൽ കിടക്കുന്ന കാഴ്ച മലയാളിക്ക് അപൂർവമല്ല. പെരുവഴിയിലായ യാത്രക്കാർ ഒന്നുകിൽ മറ്റൊരു ബസ് വരുന്നതുവരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഡിപ്പോയിൽ നിന്ന് വർക്ക്ഷോപ്പ് വാഹനം വന്ന് തകരാറ് പരിഹരിച്ച ശേഷം യാത്ര തുടരണം. സമയനഷ്ടം കാരണം യാത്രക്കാർ ഇതിന് മെനക്കെടാറില്ല. അവിടെയാണ് റാപ്പിഡ് റിപ്പയർ ടീമിന്റെ പ്രസക്തി വരുന്നത്. അലൂമിനിയം ബോഡി കെട്ടിയ മിനി ട്രക്കുകളാണ് RPT സംഘമാകാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ 10 റാപ്പിഡ് റിപ്പയർ ടീമിനെ നിയോഗിക്കും. ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളും ടയർ ഉൾപ്പെടെ സ്പെയർ പാർട്സും കാണും. 2-3 പേര് കാണും. അവർ ടയറടക്കം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും. പഞ്ചറായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടാനുള്ള വീലെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മൈനർ റിപ്പയർസ് എല്ലാം ചെയ്ത് വണ്ടി സർവീസിന് യോഗ്യമാക്കി കൊണ്ടുവരും. ഒരു പ്രധാനമായിട്ടുള്ള കാര്യം തമിഴ്നാട്ടിലൂടെ കയറി കഴിഞ്ഞാൽ അവിടെ വണ്ടി കിടന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല. അതുകൊണ്ട് നമ്മളൊരു 3 വണ്ടി കേരളത്തിൻ്റെ ബോർഡറിൽ ആര്യങ്കാവ് അങ്ങനെ ബോർഡറിലിടും. അന്തർ സംസ്ഥാന ബസ്സുകളുടെ തകരാർ ഉൾപ്പെടെ പരിഹരിക്കുന്ന തരത്തിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരിച്ചാണ് ടീമുകളെ നിയോഗിക്കുന്നത്. റാപ്പിഡ് റിപ്പയർ ടീമിന് ആവശ്യമായുള്ള വാഹനങ്ങൾക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.